താങ്ക് യു. എനിക്ക് ചെറുതായിട്ട് എനിക്കല്ലെങ്കിൽ പറഞ്ഞു വായിച്ച ഭയങ്കര ഇമോഷണലായി തോന്നി. തിരിക്കും ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിഷ്ണു സെന്റിമെന്റലായി പോയി, കരച്ചിലൊന്നും ഇഷ്ടമാണ്. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. ഇന്ന് നല്ല കിടിലം വെയിലുള്ളൊരു ദിവസമാണ്. പക്ഷെ വെയിലിന് നമുക്ക് ഭയങ്കര ഒരു ഇന്റൻസിറ്റി തോന്നെങ്കിലും പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ. നമ്മുടെ ഈ പോണ്ടിന്റെ മുകളിലൊക്കെ ഇപ്പോഴും അത്യാവശ്യം ഫ്രീസ് ആയിട്ട് തന്നെ ഇരിക്കണേ. പുറത്ത് എത്ര -1 2 എന്തോ ആയിരുന്നു ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നത്. എന്തായാലും പുറത്തേക്ക് ഇറങ്ങുന്നില്ല, വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്. പക്ഷെ വെയിലൊക്കെ ഉള്ളതുകൊണ്ടല്ലോ നല്ലൊരു ഉഷാറുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് 2 കാരണങ്ങൾ കൊണ്ട് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ എനിക്ക്. ഒന്ന്, നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞതിന് ശേഷം എടുക്കുന്ന ആദ്യത്തെ ഒരു വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം മറച്ചു വെക്കാനൊന്നും ഇല്ലാതെ കുറച്ച് ഈസി ആയിട്ട് കാര്യങ്ങൾ പറയാനും ഇന്ററാക്ട് ചെയ്യാനും പറ്റുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് വ്ളോഗ് എടുക്കാൻ പോകുമ്പോൾ. പിന്നെ മുന്നേ ഒക്കെ നമ്മളിങ്ങനെ പല കാര്യങ്ങളും പറയാൻ വന്നിട്ട് നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് പറയാത്തത് കൊണ്ട് ചിലതൊക്കെ ഇങ്ങനെ വിഴുങ്ങേണ്ടി വരും. അപ്പൊ നമുക്ക് ആ ഒരു ഇൻവോൾവ്മെന്റ് കിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു വ്ളോഗ് എനിക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞെടുക്കാൻ പറ്റുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞതുപോലെ പ്രഗ്നന്റ് ആണെന്നൊക്കെ നമ്മൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തത് പോസ്റ്റ് ചെയ്യുന്ന, അതായത് ഈ വ്ളോഗ് എൻ്റെയും വിഷ്ണുവിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. ഞങ്ങളുടെ 6 കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചതിൻ്റെ ഒരു സെലിബ്രേഷൻ, 6th വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. ഇനി നമ്മൾ 7ാമത്തെ വർഷത്തിലോട്ടാണ് കടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗും കൂടെ ആവുന്നതുകൊണ്ട് എനിക്കൊരു പ്രത്യേക ഒരു സ്പെഷ്യൽ ഫീൽ ഉണ്ട് ഈ ഒരു വ്ളോഗിൻ്റെ അടുത്ത്. വേറൊരു കാര്യം കൊണ്ടൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ വ്ളോഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ വ്ളോഗ് നമ്മൾ പ്രഗ്നന്റ് ആണെന്നുള്ളത് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത്രയൊന്നും സ്നേഹം അല്ലെങ്കിൽ ഇത്രയൊന്നും എന്താ പറയുക, എനിക്കറിയില്ല എന്താ പറയണ്ടതെന്ന്. അത് ഞാൻ കമന്റ് ബോക്സിൽ ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ഇമോഷനിൽ കൂടെയാണ് എന്നെ നിങ്ങൾ കൊണ്ടുപോയതെന്ന് വേണമെങ്കിൽ പറയാട്ടോ. കാരണം വീട്ടിലെ ഒരാള് പ്രഗ്നന്റ് ആയതുപോലത്തെ ഒരു ഫീല്, അങ്ങനെ എത്ര കമന്റ്സ് ആണെന്നറിയോ. അത് എന്താ പറയാ, ഭയങ്കര വലിയ ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്രമാത്രം നിങ്ങളുടെ ഭാഗത്തുനിന്ന് സ്നേഹവും സപ്പോർട്ടും അതേപോലെ തന്നെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നല്ലത് വരട്ടെ എന്നുള്ള രീതിയിലുള്ള ബ്ലെസ്സിങ്ങും എന്താ പറയുക, ലുക്കിംഗ് ഫോർവേഡ് ജൂലൈ ആവാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന മെസ്സേജും കാര്യങ്ങളും, നിങ്ങൾ എത്ര എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള മെസ്സേജസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾക്ക് എത്ര താല്പര്യം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു വ്ളോഗും കൂടെ ആയിരുന്നു അത്. അപ്പം എന്തായാലും ഭയങ്കര അധികം സന്തോഷം എൻ്റെ ഭാഗത്തുനിന്നും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക സ്നേഹവും എല്ലാ കാര്യവും അറിയിക്കുന്നു. നമുക്ക് ഈ ഒരു ഫേസ് ആകുമ്പോഴേ, ഞാൻ നേരത്തെ കഴിഞ്ഞ വ്ളോഗിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ ഇമോഷൻസും അത്ര സ്റ്റേബിൾ അല്ല. ഇടയ്ക്കത് ഇങ്ങനെ പോകും, ഇടയ്ക്ക് ദേഷ്യമായിരിക്കും, ഇടയ്ക്ക് കലിപ്പായിരിക്കും, ഇടയ്ക്ക് വിഷമമായിരിക്കും, ഇടയ്ക്ക് സ്നേഹമായിരിക്കും. അപ്പോൾ ഈ മെസ്സേജസ് എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര റൈറ്റ് തിങ് ടു ഗെറ്റ് ഈ ഒരു സമയത്ത് എന്നുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഒരു ഇമോഷൻ, നമ്മളിങ്ങനെ പ്രഗ്നന്റ് ആണ് എന്നുള്ളതൊക്കെ ഇപ്പം അമ്മേനെയും അച്ഛനെയും വിളിച്ച് പറയുക, അതേപോലെ തന്നെ വിഷ്ണുവിൻ്റെ അടുത്ത് വന്ന് പറയുക, അൽക്കയുടെ അടുത്ത് പറയുക, ഗീതുവിൻ്റെ അടുത്ത് പറയുക, മുജേച്ചിയുടെ അടുത്ത് പറയുക എന്നുള്ളതൊക്കെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കുമല്ലോ. അതേപോലെ തന്നെ സത്യം പറയുകയാണെങ്കിൽ 1% പോലും ഞാൻ തളലല്ലാതെ പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നിങ്ങളുടെ അടുത്ത് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി എൻ്റെ പ്ലാൻ സാറ്റർഡേ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പക്ഷെ സാറ്റർഡേ ഇല്ലാത്ത പണികളില്ല, നമുക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ആവുന്നില്ല, അത് കഴിഞ്ഞിട്ട് തംബ്നെയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ഇവിടുത്തെ ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്ത് വന്നപ്പോക്ക് അത് ഇവിടുത്തെ ഒരു 5-5:30 ആയി, നാട്ടിലൊരു 9-9:30. അപ്പൊ ഇതിനി സാറ്റർഡേ പോസ്റ്റ് ചെയ്യണ്ട, സൺഡേ പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് സൺഡേയിലോട്ട് എത്തിയത്. പക്ഷെ ഈ ഫ്രൈഡേ രാത്രിയും സാറ്റർഡേ രാത്രിയും ഈ എക്സൈറ്റ്മെന്റ് കാരണം വയറിലൊക്കെ ഇങ്ങനെ കിക്കിളിയേക്കില്ലേ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു എനിക്ക് ഇത് പറയാൻ പോകുന്നതിന്റെ. എന്തായാലും എൻ്റെ എക്സൈറ്റ്മെന്റ് എല്ലാം വേർത്തായിരുന്നു. നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു സ്നേഹം, സപ്പോർട്ട് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായാലും അതിൽ കമന്റ് ഇട്ട ഓരോ ആൾക്കാർക്കും ഞാൻ എൻ്റെ ഭാഗത്തുനിന്നും വളരെയധികം സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് എൻ്റെ ഒരു ദിവസം ഇത്രയധികം സ്പെഷ്യലാക്കി തന്നതിന്.
അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞങ്ങളുടെ 6ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. വിഷ്ണു മുകളിലിരുന്ന് പണിയെടുക്കുകയാണ്, ഞാൻ താഴെ ഇരുന്നിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. കാര്യമായിട്ട് അങ്ങനെ ഒരു വലിയ സെലിബ്രേഷൻ വേണ്ട എന്ന് വിചാരിച്ച ഒരു ആനിവേഴ്സറി ആയിരുന്നു. അതിനുള്ള കാരണങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. പക്ഷെ ഇന്നലെ വരെ ഞാൻ ഓക്കെ ആയിരുന്നു, അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട എന്ന് വിചാരിച്ചതില്. പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോൾ തൊട്ടൊരു വെപ്രാളം, പക്ഷെ ഒന്നുമില്ലല്ലോ, ഇങ്ങനെ ഒരു സാധനമേ ശരിയാവില്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് തട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു പണിയിലായിരുന്നു ഞാൻ. ഇതിന്റെ ഇടയിൽ ഞാൻ വന്നിട്ട് ഈ ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഒരു കുട്ടി ഗിഫ്റ്റാണ് കേട്ടോ, അത്ര എന്താ പറയാ, എൻ്റെ ചിന്തയിൽ തോന്നിയ ഒരു ഗിഫ്റ്റ് ഞാനൊരു ഗിഫ്റ്റാക്കി മാറ്റിയതാണ്. എന്താണെന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. അപ്പൊ എന്തായാലും ഈ സമയം കളയുന്നില്ല. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഐശു, ഞാൻ പോവാണേ, ഇത് വരണ്ട, കുറച്ച് പനിക്കണുണ്ടെന്ന് പറഞ്ഞേ. തണുപ്പുണ്ട് നല്ലോണം, മൈനസ് ടെമ്പറേച്ചറാ തോന്നുന്നു. നീ റെസ്റ്റ് എടുത്ത് വന്നാല് കേട്ടോ, നാളെ തൊട്ട് നോക്കാം. എല്ലാവരും അരമണിക്കൂർ കഴിഞ്ഞിട്ട്. അങ്ങനെ ഇന്ന് വിഷ്ണുവിന്റെ ജിമ്മിലോട്ടുള്ള യാത്ര ഒറ്റയ്ക്കാണ്. എനിക്ക് ഇന്നലെ രാത്രി തൊട്ട് ഒരു ചെറിയ ബോഡി പെയിൻ ഒക്കെ. അപ്പം നമുക്ക് ഇന്ന് റെസ്റ്റ് ഡേ ആക്കി പ്രഖ്യാപിച്ച് മെല്ലെ സമാധാനത്തിൽ ഉറങ്ങി എണീക്കാം. പുറത്ത് നല്ല തണുപ്പാണേ, -1 -2 ഒക്കെയാണ്. നല്ലോണം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അപ്പുറത്തെ വീട്ടിൻ്റെ റൂഫിൻ്റെ മുകളിൽ ഐസൊക്കെ കാണാം. വിഷ്ണു ജിമ്മൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഞാൻ വിചാരിച്ചായിരുന്നു താ റോസ് കൊണ്ടുവരുന്നു, കാരണം ഞാൻ ഇടയിൽ പോയിട്ടൊന്ന് റോസ് വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ കാറില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ച. താങ്ക് യു. ഞാൻ ഉറങ്ങിക്കിടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചായിരുന്നു പെട്ടെന്ന് പോയിട്ട് എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒപ്പിക്കാനുള്ള കാര്യം, അതിൻ്റെ ഒപ്പം റോസൊക്കെ വാങ്ങിയിട്ട് വന്നാലോ എന്ന്. പിന്നെയാണ് കാറില്ലാന്ന് ഞാൻ റിയലൈസ് ചെയ്ത്. സൈക്കിളിൽ പോകാൻ മാത്രമുള്ളൊരു ആരോഗ്യം എനിക്കുണ്ടായില്ല. ഞാൻ ചിന്തിച്ചായിരുന്നു സൈക്കിൾ എടുത്താലോന്ന് ശരിക്കും. പക്ഷെ അതിന്റെ ബാറ്ററി, എന്ത് സൈക്കിളിൽ പോയിട്ട് വാങ്ങിയത് നിങ്ങൾ? കാരണം ബാറ്ററി എവിടെയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഈ ഒരു വിന്റർ തുടങ്ങിയതിന് ശേഷം നമ്മൾ സൈക്കിൾ എടുത്തിട്ടില്ലല്ലോ. ഞാൻ പല്ലൊക്കെ തേക്കാൻ റെഡി ചെയ്യുന്നപ്പോഴാണ് വിഷ്ണു പുഷ്പങ്ങളായിട്ട് വന്നത്. എന്തുകൊണ്ടാണ് ഇതാ റെഡ് റോസ് വാങ്ങിച്ചത്? ഇത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വിഷ് ബോയ്, എന്നാലും ആനിവേഴ്സറി കേട്ട് ഒരു ദിവസം ലീവൊക്കെ എടുക്കുക, എന്നിട്ട് നമ്മൾ ഒരുമിച്ച് പുറത്തൊക്കെ ഒന്ന് പോകുക. അതൊക്കെയല്ലേ അതിൻ്റെ ഒരു മര്യാദ. വിഷ്ണു ഭയങ്കര ദീർഘവീക്ഷണമുള്ള ആളായത് കാരണേ നമുക്കിനി കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ കുറെ ലീവ് വേണ്ടി വരും, നാട്ടിൽ പോകേണ്ടി വരും, തിരിച്ചു വരേണ്ടി വരും. നമ്മൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ എന്തെങ്കിലും ലീവ് ഇടയിൽ വേണ്ടി വരും. അതുകൊണ്ട് ലീവ് നമ്മൾ മാക്സിമം എന്ത് വന്നാലും എടുക്കില്ല അല്ലേ? അപ്പൊ ഇതൊരു ആവശ്യമല്ല. വൈകുന്നേരം നമ്മളൊരു നല്ല ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഉണ്ടല്ലോ പോയ റെസ്റ്റോറൻറ്റ്സിൽ തന്നെ പിന്നെയും പോകാനാണ് ഇഷ്ടം. എനിക്ക് കഴിക്കേണ്ട കുറച്ച് ടേസ്റ്റ് ഉണ്ട്. പുതിയ കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കഴിക്കണം എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതന്നെ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാനാണ് തോന്നുന്നത്. അപ്പോൾ വിഷ്ണുവിന് അധികം താല്പര്യമില്ലാത്ത റെസ്റ്റോറൻ്റാണ് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ സ്റ്റിൽ നമ്മുടെ രണ്ടുപേരുടെയും കൂടെ ഒരു ദിവസം ആവുന്നത് കാരണം നമുക്ക് സംസാരിച്ചൊരു തീരുമാനത്തിലെത്താം. ഓക്കെ, അല്ലെങ്കിൽ കളത്തിലിറങ്ങി തല്ലി തീർക്കുക. ഞാൻ രാവിലെ വിഷ്ണുവിൻ്റെ എന്താ പറയുക സ്റ്റാൻഡപ്പ് ഒന്ന് കഴിയുമ്പോഴേക്ക് ഞാനൊരു കോഫിയും എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ. ഇന്നത്തെ പ്ലാൻ പ്രകാരം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മാംഗോ സ്മൂതി ആയിരുന്നു. പക്ഷെ ഇന്ന് സ്മൂതി നമുക്കൊന്ന് മാറ്റി ഞാനൊരു സാൻഡ്വിച്ചും കോഫിയൊക്കെ ഉണ്ടാക്കാം. ഓക്കെ വിഷ്ണു, വെയിലുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പോവാം. ഒരു 12:30 ഒക്കെ ആകുമ്പോൾ ഒരു 3/4 മണിക്കൂർ. ഇന്നലെ കണ്ട സ്ഥലത്ത് പോയായിരുന്നോ? ഒരു പാർക്ക് കണ്ടില്ലേ? വെയിലുണ്ടോ നോക്കാം. വെയിലുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ പോയിട്ട് വരാം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കുറച്ച് തിരക്ക് പിടിച്ച പരിപാടികളിലായിരുന്നു. എന്താ തിരക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറച്ചിങ്ങനെ ഒരു ഫിസിക്കൽ വയ്യായകൾ ഉണ്ടായിരുന്നു. ക്ഷീണം കുറച്ച് കൂടുതലായിരുന്നു. ഇപ്പം എല്ലാം ബെറ്റർ ആണ് കേട്ടോ. എന്നാലും വീക്കെൻഡ്സിക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിട്ടും പിന്നെ ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ഫ്രണ്ട്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വീക്കെൻഡ്സ് കുറച്ച് അധികം ബിസി ആയിരുന്നു. ഇന്നലെ ആകെ 2 മണിക്കൂറാണ് നമ്മൾ വീട്ടിലിരുന്നത്. വീക്കെൻഡൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാനുണ്ടാവും. അപ്പം അതുകൊണ്ട്
ഇന്ന് നമ്മൾ വിചാരിച്ചു അങ്ങനെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യം ചെയ്യണ്ട, വിഷ്ണുവിന് ഇങ്ങനെ ഗിഫ്റ്റ് പ്ലാൻ ചെയ്യാന്നുള്ളതൊക്കെ ഭയങ്കര ഒരു സംഭവമാണ്. അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിട്ട് വേണം ആലോചിക്കാൻ എന്ന് പറയുമ്പോൾ അത്ര ഈസിലി ആലോചിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സ്ട്രെസ് ഒന്നും വേണ്ട. ഈ ഒരു ആനിവേഴ്സറിയിൽ നമുക്ക് കുറച്ച് ലൈറ്റ് ആയിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് ഇഷ്ടമുള്ള 1-2 ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് പുറത്ത് നടക്കാൻ പോവുക, അതേപോലെ നമുക്ക് രാത്രി ഡിന്നറിന് നമുക്ക് ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റിൽ പോകുക എന്നുള്ളൊരു തീരുമാനത്തിലൊക്കെയാണ് എത്തിയിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ എനിക്കൊരു കുറ്റബോധമുണ്ട്. ഒരു ഗിഫ്റ്റും കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് ഞാനൊരു സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്. നടക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഇതിൻ്റെ ഇടയിൽ ഒന്ന് പുറത്ത് പോകാൻ നല്ല സംഗതി റെഡിയാവുള്ളൂ. അതിലൊരു സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് പോവാം. ഉച്ചയ്ക്ക് നമ്മൾ ചോറും സാമ്പാറും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടില്ല. അതും കുറച്ച് ഇഷ്ടമുള്ളതാണ് സാമ്പാറൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ പ്ലാൻ ചെയ്തൊരു കാര്യം നടക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് പുറത്തു പോയി നടത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. മൊത്തം സമയമൊക്കെ ഒന്ന് അനുവദിക്കുകയാണെങ്കിൽ ലെറ്റ്സ് സീ. ആദ്യം എൻ്റെ പ്ലാന് നമ്മുടെ ഈ ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞിട്ട് February 8th ഒക്കെ ആവുന്ന സമയത്ത് ഈ ഒരു പ്രഗ്നൻസി അനൗൺസ് ചെയ്യാന്നുള്ളതായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, ഇനീഷ്യലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന്റെ റിസൾട്ട് വരാൻ കുറച്ചധികം സമയം എടുക്കുന്നതാണ് എന്നോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതായത് ഏകദേശം ഒരു 10 to 12 days എടുക്കുന്നൊക്കെ. പക്ഷെ നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞ് in 2 days നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു, 2 working days. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റി. എന്താണ് നമ്മുടെ ഈ ഒരു ടെസ്റ്റ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ റിപ്പീറ്റേഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ വീണ്ടും പറയാത്ത കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിലൊക്കെ ആയിട്ട് ഞാൻ അന്ന് എടുത്തു വെച്ച കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഇവിടെ പ്രഗ്നൻസി പ്രൊസീജിയർ എന്നുള്ളതൊക്കെ ഞാൻ അപ്പോൾ പറയാം. ഓക്കെ, ഒരു എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം, പിന്നെ നമുക്ക് ഒരു കോഫിയും കൂടെ ഉണ്ടാക്കാം. ഈ കഫെയിൻ അധികം നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോൾ കുറയ്ക്കണം എന്ന് പറയും. ഞാൻ പൊതുവേ തീരെ കുടിക്കാറില്ല. ഒരു ദിവസം ഒരു ലിമിറ്റ് ഉണ്ട്, ഇത്ര കഫെയിൻ ഇൻടേക്കാ പറ്റുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ കുടിക്കുന്ന ഗ്രീൻ ടീ ആണെങ്കിൽ പോലും അത് എനിക്ക് തോന്നുന്ന ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് കഫെയിൻ ഉണ്ട് എന്നുള്ളത്. അപ്പോ അതുകൊണ്ട് അവർ ലിമിറ്റ് ചെയ്യാൻ പറയും. ഞാനിപ്പോ കഴിഞ്ഞ ഒരു 3 ആഴ്ചയായിട്ട് കഴിഞ്ഞിട്ട് കോഫി ഒന്നും കുടിച്ചിട്ടില്ല. നമുക്ക് ഇന്നൊരു കോഫി കുടിക്കാം. ഈ ഉള്ളി മുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധാ ഒരു മുട്ടയുടെ ഉപ്പേരി ഇല്ലേ, അതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് സോസും പിന്നെ കെച്ചപ്പും ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡിൻ്റെ ഇടയിൽ വെക്കുക. അത്രയേ ഉള്ളൂ ഈ ഒരു സാൻഡ്വിച്ച്. പിന്നെ എല്ലാവർക്കും രാവിലെ ജോലിയും തിരക്കും ഒക്കെ ആകുമ്പോൾ ഒപ്പിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ള സംഗതി ഒന്നും നടക്കാറില്ല. അപ്പോൾ ഇത് തന്നെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, ഒപ്പിരുന്നിട്ട് ഒരു കപ്പ് കോഫിയും ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുക എന്നുള്ളത്. എഗ് സാൻഡ്വിച്ച് ഇത് ഞാൻ എളുപ്പത്തിൽ ഇടയ്ക്ക് തട്ടിക്കൂട്ടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ വിശക്കുമ്പോൾ വൈകുന്നേരം 5 മണി 6 മണിക്കൊക്കെ വിശക്കുമല്ലോ, അപ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ഡെയിലി 2 മുട്ട വെച്ച് കഴിക്കുന്നത് നല്ലൊരു പരിപാടിയാണെന്നാണ് എനിക്ക് വായിച്ചതെന്നും അറിഞ്ഞതെന്നും ഡോക്ടർ പറഞ്ഞതെന്നും ഒക്കെ മനസ്സിലായത്. അപ്പോൾ അത് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാനും വിഷ്ണുവും കൂടെ ചുമ്മാ ഇങ്ങനെ കാറിൽ വരുമ്പോൾ വർത്താനം പറഞ്ഞ് നമ്മുടെ പെണ്ണ് കാണൽ എന്നുള്ള ടോപ്പിക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കര വിയേർഡായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ള ഒരു സമയമാണ് ആ ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം കുറേ പ്രൊപ്പോസൽ വരിക, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ മനസ്സിലാവുന്നില്ല, റെഡി ആവുന്നില്ല, ആകെ മൊത്തം തല തിരിഞ്ഞൊരവസ്ഥയായിരുന്നു. അപ്പോൾ വിഷ്ണുവിൻ്റെ പ്രൊപ്പോസൽ വന്ന സമയത്തും ഇത് നടക്കും അല്ലെങ്കിൽ നടന്നാൽ എന്താണെന്നുള്ള വലിയ ഐഡിയ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര വിയേർഡായിട്ടും കുറേയൊക്കെ റൂഡായിട്ടുമാണ് വിഷ്ണുവിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തിരുന്നത് ആ ഒരു സമയത്ത്. പക്ഷെ ഇതിൽ ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ജീവിതത്തിൽ ഒരു റിസ്ക്കും എടുക്കാത്ത ഒരാളാണ്. എല്ലാം ഭയങ്കര സേഫായി കാര്യങ്ങൾ ചെയ്യുക, ഭയങ്കര പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് വിഷ്ണു. പക്ഷെ എന്നോട് സംസാരിച്ചിട്ട് അത്ര ഒരു എന്താ പറയുക, ഞാൻ അത്ര നന്നായിട്ട് ബിഹേവ് ചെയ്യാഞ്ഞിട്ടും എന്തുകൊണ്ടാണ് വിഷ്ണുവിന് ഇത് പ്രൊസീഡ് ചെയ്യാം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണ്. ഇതിലങ്ങനെ പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നും തുടക്കത്തിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ ഈ ഒരു ഡെസ്റ്റിനി അല്ലെങ്കിൽ തലവര നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഈ ഒരു കല്യാണം തന്നെ നടന്നത്. നമുക്കൊരു പാരസെറ്റമോൾ കഴിക്കാം കേട്ടോ. നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, ഒരു പനി ഇങ്ങനെ പുറത്തോട്ട് വരാൻ ട്രൈ ചെയ്യുന്ന ഒരു ഫീല്. അപ്പോൾ ഇപ്പൊ തന്നെ പാരസെറ്റമോൾ കഴിച്ച് നമുക്ക് അടിച്ചമർത്താം. ഞാനിങ്ങനെ പാരസെറ്റമോൾ കഴിക്കാൻ പാടും. നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ കുറേ മെഡിസിൻസ് ഒന്നും കഴിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അത് ഏതൊക്കെയാണ് കഴിക്കാൻ പാടുക എന്നുള്ളത് ചോദിച്ചിട്ട് ഞാൻ ഈച്ച് ടൈം മിഡ് വൈഫിനെ ഇങ്ങനെ വിളിക്കുമായിരുന്നു. നമുക്ക് ഇവിടെ ഗൈനക്കല്ല, നമുക്ക് പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ മിഡ് വൈഫാണ് നമ്മുടെ പ്രഗ്നൻസിയും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ മുന്നേ പറഞ്ഞ വീഡിയോസ്, എടുത്ത വീഡിയോസിലുണ്ട് കേട്ടോ. അതാ ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. ഓരോന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ ഇപ്പോൾ അത് പറയേണ്ടിയിരുന്നു. അപ്പൊ അതൊക്കെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കേൾക്കാം അല്ലെങ്കിൽ കാണാം. അപ്പോൾ ഓരോ തവണയും ഞാനിങ്ങനെ വിളിച്ചു ചോദിക്കുമായിരുന്നു, പാരസെറ്റമോൾ കഴിക്കാൻ പാടുമോ, ഈ നേസൽ സ്പ്രേ ഉപയോഗിക്കാൻ പാടുമോ, അങ്ങനെ സംശയങ്ങൾ ചോദിക്കുമായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു പാരസെറ്റമോള്
ഒരു 2-3 days ഒക്കെ നമുക്ക് കഴിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട്. അതല്ലാതെ വേറെ കുറെ മെഡിസിൻസ് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ആപ്പ് ഉണ്ട് കേട്ടോ, ഇവിടുത്തെ ഹെൽത്തിന്റെ തന്നെ ആപ്പാണ്. ഡച്ചിലാണ് ആ ഒരു ആപ്പ് വരുന്നത്. അതിൽ നമുക്ക് കയറി സെർച്ച് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു മെഡിസിൻ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ കഴിക്കാൻ പാടും, എത്ര ക്വാണ്ടിറ്റി കഴിക്കാൻ പാടും, ഇനിയിപ്പോൾ കഴിച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നം, കഴിച്ചാൽ എന്താണ് പ്രശ്നം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. ഡച്ചിലായത് കാരണം ഈച്ച് ടൈം എനിക്കിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. പക്ഷെ എന്നാലും പ്രഗ്നന്റ് ആയതിനു ശേഷം ഉണ്ടല്ലോ ഡച്ചിന്റെ യൂസേജ് കുറച്ച് കൂടിയിട്ടുണ്ട്. കാരണം എല്ലാ ഡോക്യുമെന്റ്സും ഡച്ചിലാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാവണമല്ലോ, എല്ലാം നമുക്ക് ആരും പറഞ്ഞു തരുമല്ലോ, കുറെയൊക്കെ വായിച്ച് മനസ്സിലാക്കണ്ട. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ വായന അതിന്റെ ഭാഗത്തിൽ കുറച്ച് കൂടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു 2 ബുക്ക്. ഇത് ഞാൻ കുറച്ച് ഗവേഷിച്ച് വാങ്ങിയ 2 ബുക്കായിരുന്നു കേട്ടോ. വാട്ട് ടു എക്സ്പെക്ട് വെൻ യു ആർ എക്സ്പെക്ടിങ്, പിന്നെ മമ്മ നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടുള്ള 2 പ്രഗ്നൻസി ബുക്ക് ഞാൻ വായിക്കുന്നുണ്ട്. ഒരുപാട് ബുക്സ് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മളെ കുറച്ച് പോസിറ്റീവായിട്ട് വെക്കുന്ന രീതിയിലുള്ള ബുക്ക് വായിക്കണം എന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കുറെ റിസർച്ച് ചെയ്തിട്ട് ആണ് ഈ 2 ബുക്ക് വാങ്ങിയത്. ഇതും എൻ്റെ ഗൈനക്ക് സജസ്റ്റ് ചെയ്ത ബുക്കായിരുന്നു കേട്ടോ. അതായത് ഇനീഷ്യലി നമ്മൾ PCOSന്റെ സമയത്ത് ഇവിടെ ഒരു മെഡിക്കൽ കോളേജിലാണ് ഡോക്ടറെ കാണിക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞൊരു ബുക്കായിരുന്നു. ഭയങ്കര അടിപൊളി ബുക്കാണ്. ഞാനത് ഏതാ ബുക്ക് എന്നുള്ളതൊക്കെ ഞാൻ ഇവിടെ സൈഡിൽ സ്ക്രീൻഷോട്ടായിട്ട് കൊടുക്കാം. അപ്പൊ എന്തായാലും ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര പോസിറ്റീവായിട്ട് നാച്ചുറൽ ബർത്തിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ഹിപ്നോ ബർത്തിങ്ങിനെ പറ്റി പറയുന്നതൊക്കെ കിട്ടുന്നൊരു ബുക്കാണ്. അപ്പൊ അതാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇൻഫോർമേഷൻസ് മുഴുവൻ എല്ലാവരും പറഞ്ഞു തരില്ലല്ലോ, കുറെ വായിച്ച് മനസ്സിലാക്കണം. അതിന്റെ ഭാഗമായിട്ടാണത്. പിന്നെ സപ്ലിമെന്റ്സ് ഇപ്പൊ കഴിക്കുന്നത് ആകെ ഈ ഒരൊറ്റ ടാബ്ലറ്റേ ഉള്ളൂ കേട്ടോ. ഇതൊരു മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ളത് വേണമെങ്കിൽ പറയാം. ഇതിൽ അയൺ, മാഗ്നീഷ്യം, കാൽഷ്യം അങ്ങനെയുള്ള എല്ലാ സംഗതികളും വരുന്നുണ്ട്. ഇത് സ്പെഷ്യലി ഫോർ പ്രഗ്നന്റ് വുമൺ ആണ് കേട്ടോ. അപ്പൊ അത് മിഡ് വൈഫ് പറഞ്ഞത് നമ്മളിവിടെ ഹോൾഡ് ആൻഡ് പാരറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതാണ്. പിന്നെ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 12th വീക്കില്. അപ്പൊ അതിലങ്ങനെ കാര്യമായിട്ടുള്ള ഡെഫിഷ്യൻസീസും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അയൺ അബ്സോർബിങ് ലെവൽ ഭയങ്കര കുറവാണ്. അയൺ ഡെഫിഷ്യൻസി ഇല്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവർ കൂടുതൽ അയൺ അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറ്റമിൻ സി ഒക്കെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്ത് കുറച്ചും കൂടെ നാച്ചുറൽ അയൺ ഇൻടേക്ക് വരുന്ന രീതിയിൽ കഴിക്കാൻ. ഈ അയൺ കുറയുന്ന പരിപാടി എനിക്ക് കുറേ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് നല്ല ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊന്നുമില്ല. അയൺ അബ്സോർബിങ് റേറ്റ് കുറവാണത് നമ്മൾ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നൊരു സംഗതിയാണ്. അപ്പോൾ അങ്ങനെ അപ്പം അതുകൊണ്ട് ഈ ഒരു ടാബ്ലറ്റാണ് ഇപ്പോൾ കഴിക്കുന്നത്. പിന്നെ ഫോളിക് ആസിഡ്സ് കഴിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ PCOSന്റെ ട്രീറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. എനിക്ക് PCOS ഉള്ളത് കാരണം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീഡ് ചെയ്ത് വന്നു കഴിയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് പ്രഗ്നൻസി പ്ലാൻ ചെയ്യാണ് എന്നുള്ളത്. അപ്പോൾ അവർ പ്ലാൻ ചെയ്യുന്ന സമയം തൊട്ടേ ഫോളിക് ആസിഡ്സ് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ഇപ്പം 3 months കഴിച്ചു. അതിന് മുന്നേ ഒരു 3 months കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 6 to 7 months ഞാൻ ഫോളിക് ആസിഡ്സ് കഴിച്ചിട്ടുണ്ട്. പിന്നെ 3 months കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെന്നോട് ഫോളിക് ആസിഡ്സ് നിർത്താൻ പറഞ്ഞു. കാരണം 3 months വരെയാണ് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുക എന്നാണ് എൻ്റെ അടുത്ത് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഫോളിക് ആസിഡ്സ് സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു. ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ടാബ്ലറ്റ് മാത്രമേ ഉള്ളൂ. തുടർന്നുള്ള ബ്ലഡ് ടെസ്റ്റിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മളിനി വേറെ എന്തെങ്കിലും സപ്ലിമെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുന്നത്. ഇതെൻ്റെ വെഡിങ് ആനിവേഴ്സറിയുടെ വ്ളോഗാണോ അതോ നമ്മൾ പ്രഗ്നൻസിനെ പറ്റി സംസാരിക്കുന്ന വ്ളോഗാണോ? എനിക്ക് തോന്നുന്നു പ്രഗ്നൻസി അനൗൺസ് ചെയ്തതിന് ശേഷം നമ്മൾ എടുക്കുന്ന ആദ്യത്തെ ഒരു വ്ളോഗാണിത്. ബാക്കിയുള്ള വ്ളോഗ്സ് ഒക്കെ ഞാൻ എടുത്തു വെച്ചതാണ്, അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ വ്ളോഗും നമ്മുടെ ഫസ്റ്റ് സ്കാനിങ്ങിൻ്റെ വ്ളോഗും നമ്മൾ ആദ്യമായിട്ട് കുട്ടീനെ ഒന്നിങ്ങനെ കണ്ട വ്ളോഗും ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് പ്രഗ്നൻസി അനൗൺസ് ചെയ്തതിന് ശേഷം എടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അത് റിലേറ്റഡ് ആയിട്ട് ഇതിൽ പറയാനുള്ളത് പോലെ. എവിടെയെങ്കിലും നിങ്ങൾക്ക് ബോറടിക്കുകയാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചെറിയൊരു പരിപാടിയിലായിരുന്നു കേട്ടോ. വിഷ്ണുവിന് ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കേക്കില്ലാന്ന് വിചാരിക്കുന്നു, ഏറ്റവും മുകളിലാണ്. പിന്നെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചെവി ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഒരു ചെറിയ ഗിഫ്റ്റ് ഞാൻ ഇപ്പം പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ്. നേരത്തെ ഇങ്ങനെ രാവിലെ എണീറ്റിട്ട് എന്താ ചെയ്യുന്നത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യം ഷടപടയെന്ന് തട്ടിക്കൂട്ടിയതാണ്. നമുക്ക് ലഞ്ച് കഴിച്ചതിന് ശേഷം പുറത്തു പോവാം, എന്നിട്ട് ഈ പരിപാടി ഒന്ന് ഷടപടയെന്ന് റെഡിയാക്കാം. എന്തുകൊണ്ടാണ് ഞാൻ വേറൊരു ഗിഫ്റ്റ് വാങ്ങിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളങ്ങനെ ആനിവേഴ്സറിക്ക് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം നമ്മൾ അത്യാവശ്യം നല്ലൊരു ഗിഫ്റ്റ് ഞാൻ വിഷ്ണുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വാച്ചോ എന്തോ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ സാധാരണ എന്താ ഉണ്ടാവുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ
മാർച്ചിൽ വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഗിഫ്റ്റ് ഞാൻ അധികം ബർത്ത്ഡേസിന് കൊടുക്കാറുണ്ട്. പിന്നെ ഫെബ്രുവരി എനിക്ക് അധികവും ആനിവേഴ്സറി എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇമോഷണൽ വാല്യൂ ഉള്ള ഗിഫ്റ്റ് കൊടുക്കാനാണ് പൊതുവേ താല്പര്യം ഉണ്ടാവാറ് കേട്ടോ. അതുകൊണ്ട് ഇമോഷണൽ വാല്യൂ ഉള്ള ഗിഫ്റ്റ് കുറേ അന്വേഷിച്ചു. പിന്നെ വിഷ്ണുവിന് ഇഷ്ടപ്പെടുന്ന ഗിഫ്റ്റ് കുറേ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച് രണ്ടും വർക്കൗട്ട് ആവാത്തതുകൊണ്ട് ഇന്നത്തെ ദിവസം വരെ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു വിഷമം ആനിവേഴ്സറി ആയിട്ട് ഒന്നും ചെയ്യാതിരുന്നപ്പോൾ വിഷ്ണു എനിക്ക് റോസെങ്കിലും നിന്നു. അപ്പോൾ അതുകൊണ്ട് തട്ടികൂട്ടിയ ഒരു ഫോട്ടോ ഫ്രെയിമാണ്. അതായത് ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ 14 വീക്സ് പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പോൾ കുട്ടി വിഷ്ണുവിന് എഴുതുന്ന ഒരു ലെറ്റർ പോലൊരു സാധനം എഴുതി ഉണ്ടാക്കിയിട്ട് ഞാനൊരു ഫ്രെയിമിൻ്റെ ബാക്കിലൊക്കെ വെച്ച് ഗിഫ്റ്റാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. അതിൻ്റെ ഒപ്പം നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റും കൂടെ വാങ്ങിക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കേണ്ടത് അറിയില്ലേ, കുറച്ച് ശബ്ദം താത്തി പറയട്ടോ വിഷ്ണു കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പരിപാടി ഏകദേശം തീർന്നിട്ടുണ്ട്. ഞാൻ ഈ ഷട്ടേന്ന് പോയിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കട്ടെ. എനിക്കറിയില്ല എത്ര ഫാസ്റ്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. ചോറും പിന്നെ നമുക്ക് ഒരു ഉപ്പേരി ഒരു ഓംലെറ്റുമാണ്. ഓംലെറ്റില്ല, രാവിലെ നമ്മൾ മുട്ട കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഐറ്റമാണ് നമ്മൾ ലഞ്ചായിട്ട് കഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇങ്ങനെ മണവും കുക്കിങ്ങും ഒന്നും വലിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല കേട്ടോ. പക്ഷേ ഇടയിലൊരു 3-4 ആഴ്ച നല്ല കഷ്ടപ്പാടായിരുന്നു. കുക്കിംഗ് ഒക്കെ ഫുള്ള് വിഷ്ണുവാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. എനിക്കിങ്ങനെ ഉള്ളി വയറ്റുന്ന മണം വരെ ഭയങ്കര പ്രശ്നമായിരുന്നു. ആ ഒരു ഫേസ് കഴിഞ്ഞു. ഇപ്പം എനിക്ക് ചില കാര്യങ്ങളാണ് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ. അതായത് ചിക്കൻ കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ചിക്കൻ അത്ര അങ്ങോട്ട് എല്ലാ രീതിയിലും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഞാൻ ഭയങ്കര ഈസി ആയിട്ട് കഴിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ചിക്കൻ. പക്ഷെ ഇപ്പോൾ അതങ്ങോട്ട് റെഡി ആവുന്നില്ല. ചില ഫോമിലൊക്കെ ചില സമയത്ത് കഴിക്കാം, എന്നാൽ അതേ ഫോമിൽ നാളെ കിട്ടിയാൽ ചിലപ്പോൾ കഴിക്കാൻ പറ്റണമെന്നില്ല. പ്രഗ്നൻസി ഭയങ്കര ഒരു എന്താ പറയുക, എന്താണ് ഓരോരോ ദിവസം എന്നുള്ളത് നമുക്ക് മനസ്സിലാകാത്തൊരു ഫേസാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫേസാണ്. പക്ഷേ ഇപ്പം അങ്ങനെ വെജിറ്റേറിയൻ കാര്യങ്ങൾ കുക്ക് ചെയ്യൽ ഒട്ടും ബുദ്ധിമുട്ടല്ല കേട്ടോ. അങ്ങനെ സ്മെല്ലിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറി. പിന്നെ എനിക്ക് ഫിഷ് കുക്ക് ചെയ്യാനും ബുദ്ധിമുട്ടില്ല. ഇവിടെ ഫിഷ് അങ്ങനെ ഈസിലി അവൈലബിൾ അല്ല. എപ്പോഴും നമുക്ക് ഇങ്ങനെ അടുത്തുള്ള ഒരു കടയിൽ പോയി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് എന്ത് നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ളൊരു കാര്യം ഉണ്ടാക്കുമെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ എൻ്റെ ഒരു ഫേവറേറ്റ് ഓപ്ഷനൊന്നും അല്ല, പക്ഷേ വിഷ്ണുവിന് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ. എന്നാൽ പിന്നെ അതാക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു 1/2 മണിക്കൂറിൽ സാമ്പാർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു ഞാനെന്താ മുതുകാടോ, മാജിക്ക് കാണിച്ച് 1/2 മണിക്കൂറിൽ സാമ്പാർ ഉണ്ടാക്കാൻ. 1/2 മണിക്കൂറിൽ സാമ്പാർ ഉണ്ടായി കഴിഞ്ഞാൽ എന്നെ ഈ കൊല്ലം മുഴുവൻ പൊന്നൈഷു എന്ന് വിളിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ മാക്സിമം ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ നോക്കിയെങ്കിലും 1:30 എന്നുള്ളത് ഒരു 1:50 പോയി സാമ്പാർ ഉണ്ടായി തീർന്നപ്പോൾ. വിഷ്ണു ക്ലോക്ക് മാറ്റി വെച്ചിട്ടല്ലേ ഉണപ്പുണ്ട്. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു കളത്തരം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് നോക്കി നിമിഷത്തിനുള്ളിൽ വിഷ്ണു പൊക്കും കേട്ടോ. മുഖത്ത് ഓവർ കോൺഫിഡൻസ് ആണ് കാരണം തോന്നുന്നു. നമ്മളെന്തായാലും നമ്മുടെ ലഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം ദേ ഇവിടെ റെഡി. ബീഫിൻ്റെ ഒരു ഡ്രൈ ഫ്രൈ ഉണ്ട്, പിന്നെ സാമ്പാറുണ്ട്, ചോറുണ്ട്, ബീട്രൂട്ട് ഉപ്പേരി, പിന്നെ ഉണക്കമുള്ളം വറുത്തത്, പിന്നെ പപ്പടും കൊണ്ടാട്ടമുളകും. ആഹാ അടിപൊളി. നേരത്തെ നമ്മൾ പറഞ്ഞാൽ നടക്കാൻ പോക്കില്ലേ, അതെന്തായാലും നടക്കില്ല എന്ന് പറയുമ്പോഴേ എനിക്കറിയായിരുന്നു. കാരണം ജോലിക്ക് കയറി കഴിഞ്ഞാൽ വിഷ്ണു വേറൊരാളാണ്. രാവിലെ ഒരു 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ വീട്ടിലൊരു കാര്യം വിഷ്ണു അറിയാറില്ല. അതുകൊണ്ട് എന്തായാലും ചുമ്മാ ഞാൻ ചോദിച്ചു. ഇതാണ് നമ്മുടെ ലഞ്ച്. ചോറുണ്ട്, പിന്നെ ബീഫുണ്ട്. ബീഫ് ഞാൻ അപ്പം ഉണ്ടാക്കിയതല്ല കേട്ടോ, ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ഞാൻ എടുത്ത് ചൂടാക്കിയേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഉണക്ക മുള്ളൻ വറുത്തതുണ്ട്, സാമ്പാറുണ്ട്, പപ്പടമുണ്ട്, പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട്. ഇതാണ് എൻ്റെ പ്ലേറ്റ്. എനിക്കിങ്ങനെ കുറച്ച് ചോറ്, സാമ്പാർ അല്ലെങ്കിൽ മോരുകറി, ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഈ ഒരു പ്ലേറ്റ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനത്തെ 2 ഒന്ന് വിഷ്ണു കഴിക്കുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയത്, പക്ഷേ വിഷ്ണു കഴിച്ചില്ല. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ലഞ്ച് കഴിക്കട്ടെ. രാത്രി ഇതുവരെ നമ്മളൊന്നും ബുക്ക് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. മിടുക്കൻ. ഞാൻ ആലോചിച്ച് ചെയ്താലോ എന്ന്. ഞാൻ വേണ്ടെന്ന് വെച്ചോ, താൻ തന്നെ ചെയ്യട്ടെ. വിഷ്ണുവിന് ഭയങ്കര സ്ട്രെസ്സുള്ളൊരു കാര്യമാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു ഗിഫ്റ്റ് വാങ്ങിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ വിഷ്ണുവിന് ഏകദേശം ഒരു 1-1.5 മാസം പ്ലാനിങ് ആവശ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിഷ്ണു അതിനോട് അടുത്തിട്ടുള്ള ഒരു 1-2 ദിവസം ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും കേട്ടോ. അറേഞ്ച് ചെയ്ത് ശരിയായില്ലേ, ബുക്ക് ചെയ്ത് ശരിയായില്ലേ അങ്ങനെയൊക്കെ നോക്കിയിട്ട്. അതുകൊണ്ട് ഇത്തവണ വെഡിങ് ആനിവേഴ്സറിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. സമാധാനപരമായിട്ടൊരു വെഡിങ് ആനിവേഴ്സറി നമുക്ക് ചെയ്യാമെന്നാണ് വിഷ്ണുവിൻ്റെ പ്ലാൻ. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അത്യാവശ്യം നല്ല ബിസി ആയിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു നമുക്ക് സമാധാനത്തിൽ വെറുതെ വീട്ടിലിരുന്നു കൊണ്ടുള്ള ഒരു ആനിവേഴ്സറി ആവാമെന്ന്. പക്ഷേ എനിക്കുണ്ടല്ലോ ഇങ്ങനെ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാന കുറവാണ്. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് തട്ടിക്കൂട്ടാമെന്ന് ഞാൻ വിചാരിച്ചത്.
അങ്ങനെ തൽക്കാലം നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടൊരു ലഞ്ചും അതിൻ്റെ ഒപ്പം കിച്ചണും അത്യാവശ്യം ക്ലീൻ ചെയ്തു. ഇനി ഞാൻ എൻ്റെ പരിപാടിക്കൊന്ന് കിടക്കട്ടെ. നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോഴേ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എല്ലാ ക്ലീനിങ് ലിക്വിഡ്സിൻ്റെയും സ്മെല്ല് നമ്മൾ അങ്ങനെ എടുക്കുന്ന അത്ര ഗുഡല്ല. അതുകൊണ്ട് അതൊന്ന് നോക്കിയിട്ടാണ് ഇപ്പോഴത്തെ ക്ലീനിങ് ലിക്വിഡ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വരുന്നത്. ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന് പുറത്ത് പോകണം. നേരത്തെ പറഞ്ഞില്ലേ ഫോട്ടോ പ്രിന്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഈ അടുത്തുള്ള സ്ഥലത്ത് എവിടെ ഫോട്ടോ പ്രിന്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓരോ തവണ ഇത് ചെയ്യേണ്ടപ്പോഴും ആംസ്റ്റൽഫെയിൻ ഇല്ലേ, നമ്മൾ മുന്നേ താമസിച്ചിരുന്ന സ്ഥലം, അങ്ങോട്ടാണ് ഞാൻ പോവാറ്. കാരണം അവിടെ പരിചയമുള്ള ഒരു കടയുണ്ട്. പരിചയമുള്ള കട എന്നല്ല, നമുക്ക് വേണ്ട രീതിയിലെല്ലാം ചെയ്തു തരുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് പോകാനുള്ള സമയം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം 4-5 മണിയാകുമ്പോൾ അടച്ചു തുടങ്ങുമല്ലോ. ഇപ്പോൾ സമയം 2:45 അപ്പോൾ അതുകൊണ്ട് നോക്കട്ടെ ഈ ഏരിയയിൽ ഏതാ ഒരു ഷോപ്പുള്ളതെന്ന് കണ്ടുപിടിക്കണം. ഇതൊരു വെരി ക്ലീഷേ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ആ ഒരു ക്ലീഷേ ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ ഒരു ക്രിഞ്ചടിപ്പിക്കുന്ന ഗിഫ്റ്റാണ് വേറെയുള്ളവർക്ക് നോക്കുമ്പോൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്കറിയില്ല വിഷ്ണുവിനെ അത് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ളത്. ബട്ട് എനിക്ക് തോന്നുന്നു ഒന്ന് ട്രൈ ചെയ്യാന്നുള്ളത്. അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ അതിന് പോട്ടെ. അതിന് മുന്നേ എനിക്ക് പടയുന്ന ഒരു 2-3 സ്ഥലത്തോട്ട് വിളിക്കാനുണ്ട്. നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം ആദ്യത്തെ 2 മാസം ഞാൻ തീരെ ബോഡിയൊന്നും അങ്ങനെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഇൻവോൾവ് ആവുന്നുണ്ടായിരുന്നില്ല. ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ജിമ്മും യോഗയും ഒക്കെ റീസ്റ്റാർട്ട് ചെയ്തത്. കാരണം കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് നമുക്കൊരു കൺഫർമേഷൻ കിട്ടണമല്ലോ. അതിന് മുന്നേ ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചായിരുന്നു എനിക്ക് ഓടാൻ പോകാൻ പാടുമോ അല്ലെങ്കിൽ എനിക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പാടുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ അവർ ഭയങ്കര നോർമലായിട്ടാണ് പ്രഗ്നൻസി കാണുന്നത്. അവരെനിക്ക് മെയിലിൽ റെസ്പോണ്ട് ചെയ്ത് തന്നെ യു ഹാവ് ടു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് യു ആർ നോട്ട് സിക്ക്, യു ആർ പ്രഗ്നൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ബോഡിക്ക് യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ പുതിയതായിട്ടൊന്നും ചെയ്തു തുടങ്ങണ്ട, പക്ഷെ എൻ്റെ ബോഡിക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും എനിക്കത് കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും ആദ്യത്തെ 2 മാസം സ്കാനിങ് കഴിയുന്നത് വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ വീണ്ടും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു ഗൈഡൻസ് കിട്ടുന്ന ഒരു വർക്കൗട്ട് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ജസ്റ്റ് ഞാൻ നോക്കി ഇങ്ങനെ ചെയ്യാത്ത വർക്കൗട്ട് മാത്രമല്ലാതെ കുറച്ചും കൂടി ഒരു ഗൈഡൻസ് കിട്ടുന്ന വർക്കൗട്ട് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ കുറച്ച് കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ എൻ്റെ മിഡ് വൈഫിൻ്റെ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓരോരോ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആപ്പ്, ഏത് മെഡിസിൻ നമുക്ക് കഴിക്കാൻ പറ്റും എന്ന് കാണിക്കുന്നത്. പിന്നെ ഇത് പ്രഗ്നൻറ്റ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്വിമ്മിങ് ലെസണാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു എനിക്ക് സ്വിമ്മിങ് നിർത്താലോ എന്നായിരുന്നു. പക്ഷേ അവർ പറഞ്ഞു സ്വിമ്മിങ് ബെസ്റ്റ് എക്സസൈസാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിലും കണ്ടിന്യൂ ആയിട്ട് നിർത്തണ്ടാന്ന്. അപ്പോൾ സ്വിമ്മിങ് ഇതുവരെ പഠിച്ചിട്ടുമില്ല നിർത്തിയിട്ടുമില്ല, ആ ഒരവസ്ഥയാണ്. പിന്നെ പവർ മമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ നമുക്ക് വേറെയും കുറച്ച് വർക്കൗട്ട്സും യോഗയും വേറെയും കുറച്ച് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഒരു 5 സ്ഥലത്തോട്ട് നമുക്ക് വിളിക്കണം. അതൊന്ന് പട്ടയെന്ന് വിളിച്ചൊന്ന് തീരുമാനമാക്കിയതിന് ശേഷം നമുക്ക് പോവാം. പിന്നെ ഒരു യോഗ ചെയ്യുന്ന ഒരാളുടെ നമ്പറും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെയും കൂടെ ഒന്ന് വിളിച്ച് ഒരു സ്ഥലം ഞാനൊന്ന് ഉറപ്പിക്കട്ടെ ഈ ഒരാഴ്ചയോട്ട് പോയി തുടങ്ങാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ 2-3 പേരെ വിളിച്ചു. ഈ മോം ഇൻ ബാലൻസ് എന്ന് പറയുന്ന സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ ഒരു ലോങ്ങർ ടേം ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ട്. പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ബോഡിക്ക് ചില മൂവ്മെൻറ്റ്സ് ഒക്കെ നല്ലതായിരിക്കുമല്ലോ, അത് പ്രോപ്പറായിട്ട് പഠിപ്പിക്കുന്ന ഒരു വർക്കൗട്ട് സെഷൻ ഉണ്ട് അവർ ആഴ്ചയിൽ ഒരിക്കൽ. അത് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് തന്നെ ബാക്ക് ടു ഷേപ്പ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്ലാനും കൂടെ ഉണ്ട് അവർക്ക്. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്യുന്ന പോലെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഈ ബാക്ക് ടു ഷേപ്പ് ഒന്നും ഇപ്പം ഞാൻ തീരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമൊന്നും അല്ല കേട്ടോ. അത് അവർ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഡിസ്കൗണ്ട് പ്രൈസിലാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളത് കഴിഞ്ഞാലും വർക്കൗട്ട് ചെയ്യണമെന്ന് തന്നെയാണ്. വേറെ ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിലും മാനസിക ബുദ്ധിമുട്ടില്ലെങ്കിലും നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അത് ജോയിൻ ചെയ്യണോ വേണ്ടേ എന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. ഞാനൊന്നും കൂടെ ആലോചിച്ചിട്ട് നാളെ നമുക്കൊരു തീരുമാനം എടുക്കാം. ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ചടപടേ എന്നുള്ളൊരു തീരുമാനമാവില്ലേ. തൽക്കാലം നമുക്ക് തലയിലും ഡ്രസ്സിലും മുടിയിലും എല്ലാം അത്യാവശ്യം സാമ്പാർ മണമാണ്. അതുകൊണ്ട് അതൊന്ന് മാറ്റി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് പുറത്തു പോവാം. ചെറുതായിട്ട് വയറിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ റൗണ്ട് ആയതുപോലെ ചെറുതായിട്ട് വയറൊന്ന് കൂടിയ പോലത്തെ ഒരു ഫീൽ ഉണ്ട്. അതുകൊണ്ട് പല പാൻറ്റും എനിക്കിപ്പോൾ ഫിക്സ് ആവുന്നില്ല. ഞാൻ 1-2 പ്രഗ്നൻസി പാൻസ് വാങ്ങിച്ചു. അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളും കളറൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ മുഴുവൻ കുറച്ച് മാറ്റി വെച്ചിട്ട് ഇരിക്കുകയൊക്കെയാണ്. ആ ഒരു സെഷനൊന്നും നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. അങ്ങനെ നമ്മൾ റെഡിയായി ഇറങ്ങി. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ 15 മിനിറ്റിൽ ഒരു പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകാം നമുക്ക്. ചില ഷോപ്പുകളിലാണ് അവർ പെട്ടെന്ന് തന്നെ നമുക്ക് ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് തരുള്ളൂ കേട്ടോ. ഇത് ഞാൻ മെയിൽ അയച്ച് ചെക്ക് ചെയ്തായിരുന്നു, അവർ ചെയ്ത് തരുമെന്നൊക്കെയാണ് പറഞ്ഞത്. ആ പ്രതീക്ഷയിലാണ് നമ്മൾ ഇത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലം. നോക്കട്ടെ എടുത്താലോ നമുക്ക്. ഈ ഒരു ഫ്രെയിം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതെടുത്താലോ നമുക്ക്.
കുറച്ച് നോക്കി ഒരു ബ്ലാക്ക് ഫ്രെയിമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. നേരത്തെ കണ്ട സിൽവർ ഫ്രെയിമിൻ്റെ ആ ഒരു സൈസിൽ. എനിക്ക് അപ്പം തന്നെ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് തന്ന് അവരിത് ബോക്സിലൊക്കെ ആക്കി നന്നായിട്ട് റാപ്പൊക്കെ ചെയ്ത് തന്നു. നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമുക്ക് ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്ത് തന്നു കേട്ടോ. എന്നിട്ട് എന്നോട് ചോദിച്ചു ബോയ് ആണോ ഗേൾ ആണോ, അതിനനുസരിച്ചിട്ടുള്ള റിബൺ കെട്ടാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുവരെ ജെൻഡർ അറിയില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി ഗസ് ചെയ്തിട്ട് പുള്ളി ഈ ഒരു കളർ വെക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നു. നല്ലൊരു മനുഷ്യൻ. ഇനി ഫോട്ടോൻ്റെ എന്താവശ്യം ഉണ്ടെങ്കിലും ഞാനിവിടെ മാത്രമേ വരൂ. നമുക്കിനി ഒരു ഗിഫ്റ്റും കൂടെ വാങ്ങിക്കണം. എന്താണെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. ഒരു ഷർട്ടോ ടീഷർട്ടോ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് സഞ്ജേട്ടനൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം കേട്ടോ. നമ്മുടെ പ്രഗ്നൻസി റിവീലിംഗ് ഷോർട്സ് ചെയ്തത് സഞ്ജേട്ടനായിരുന്നു. അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി കൊടുക്കുകയൊന്നുമല്ല, പക്ഷെ എന്നാലും ആ ഒരു റീലിന് വേണ്ടി പുള്ളിയിട്ട് എഫേർട്ട് ഉണ്ടല്ലോ, അതെനിക്ക് ഒട്ടും കണ്ടില്ല എന്നടിക്കാൻ പറ്റുന്നൊരു സാധനമല്ല. അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 4 ദിവസമൊക്കെ ആയിട്ട് ഞാനും സഞ്ജേട്ടനും കൂടെ രാവിലെ ഒരു 4 മണി 3:30-4 മണിക്കൊക്കെ ചില ദിവസം ഉറങ്ങുന്നുണ്ടായിരുന്നു, എഡിറ്റ് ചെയ്തിട്ടും കളർ ചെയ്തിട്ടും ഒക്കെ. സഞ്ജേട്ടന് എന്താ പറയുക, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ സഞ്ജേട്ടൻ ഭയങ്കര സ്കിൽഡാണ്, ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ എഡിറ്റിംഗ് പഠിച്ചു വരുന്നൊരു മേഖലയായത് കാരണം അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ 2 പേരും ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ഒപ്പം ഇരുന്ന കമ്പനി കൊടുത്തുന്നേ ഉള്ളൂ, പക്ഷെ കാര്യമായിട്ട് എല്ലാ പണിയും കളറിങ്ങും ഒക്കെ ചെയ്ത് സഞ്ജേട്ടനാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണല്ലോ എൻ്റെ ഒരു സ്നേഹം അറിയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി സഞ്ജേട്ടൻ എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം. അത് എനിക്കൊരു ഐഡിയ ഇല്ല എന്താ വാങ്ങിക്കുകയെന്ന്. ഒരു കാർഡ് ഹോൾഡറോ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിച്ചാലോ എന്നാണ് ഞാൻ വിചാരിക്കണേ. ഇപ്പം എനിക്ക് തുടങ്ങിയതാണ്. ഞാൻ ഈ നടന്ന് വർത്താനം പറയുമ്പോൾ ഭയങ്കര കിതപ്പ്, പക്ഷെ അത് ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് ഭയങ്കര കോമൺ ആണ് പ്രഗ്നൻസിയിലെന്നാണ് കേൾക്കുന്നത്. വിഷ്ണുവിന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് എനിക്ക് പെട്ടെന്ന് കിട്ടി കേട്ടോ. നമുക്കൊരു കാറിൽ വെക്കുന്ന പെർഫ്യൂമില്ലേ, അത് വാങ്ങിക്കാം. കുറച്ച് കാലമായി വിഷ്ണു നോക്കിക്കൊണ്ട് നടക്കുന്നത്, ഇതുവരെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ റിച്വൽസ് ഉണ്ട് ഇവിടെ, റിച്വൽസ് വാങ്ങിക്കണം. ഇതൊരു സെറ്റാണ്. ഇതിൽ കാർ ഫ്രഷ്നറും ഉണ്ട്, പിന്നെ അതേപോലെ പെർഫ്യൂമും വൈപ്സും ഉണ്ട്. അങ്ങനെ വിഷ്ണുവിൻ്റെ എല്ലാ ഗിഫ്റ്റും കഴിഞ്ഞു. ഇനി നമുക്ക് സഞ്ജേട്ടനൊരു ഷൂ വാങ്ങിക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ ഷൂവിൻ്റെ കടകളെല്ലാം അകത്താണ്, അവിടെ പോയി. ഒരു ഫോർമൽ ഷൂ കണ്ട ഉടനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്രണ്ട് യൂസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും വാങ്ങി നോക്കാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഉടനെ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. എല്ലാ പരിപാടിയും കഴിഞ്ഞു, നമുക്കിനി തിരിച്ച് വീട്ടിൽ പോകാം. അതിന് മുന്നേ എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. ഒരു ഹോട്ട് ചോക്ലേറ്റോ എന്തെങ്കിലും ഒരു ഐറ്റം കഴിക്കാം. ഇത് ഞാൻ സ്ഥിരം വരുന്ന ഒരു കോഫി ഷോപ്പാണ് കേട്ടോ. ഇവിടെ സമാധാനപരമായി ഞാനിവിടെ വന്നിരുന്ന് എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അധികം ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെ വരാറ്. അതുകൊണ്ട് എനിക്ക് നല്ല പരിചയമുള്ള ആൾക്കാരാണ് ചുറ്റും ഇരിക്കുന്നത്. ഇപ്പോൾ 6 കണ്ടോ, ചെറിയൊരു വെളിച്ചമുണ്ട് ആകാശത്ത്. ഇതിനിങ്ങനെ കൂടി 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 വരും. ഒരു ഭയങ്കരമായ വിൻ്ററൊക്കെ കഴിഞ്ഞു. അപ്പോൾ തൽക്കാലം ഞാൻ പോയിട്ട് ഡ്രസ്സ് ചെയ്യട്ടെ. എനിക്കറിയില്ല ഞാൻ വിഷ്ണുവിന് എങ്ങനെയാണ് ഗിഫ്റ്റ് കൊടുക്കുകയെന്ന്. 1 നമുക്കിപ്പോൾ ഇറങ്ങാൻ സമയമായിട്ടുണ്ട് 6:30. 2 ഞാൻ കീ എടുക്കാൻ മറന്നുകൊണ്ട് ഞാൻ ബെല്ലടിച്ചാൽ വിഷ്ണു വരില്ല. അപ്പോൾ ഒരു സർപ്രൈസ് ഫാക്ടർ പോകും എൻ്റെ കയ്യിൽ കവറുകൾ കാണുമ്പോൾ. അപ്പോൾ ലെറ്റ്സ് സീ എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. എന്തായി കഴിഞ്ഞ ജോലി പോണ്ടേ? വിഷ്ണു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ ഗിഫ്റ്റ് എടുത്തിട്ട് നമുക്ക് ടേബിളിന് മുകളിൽ വെക്കാം. വിഷ്ണു കുളിക്കാൻ പോയതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം കിട്ടി. ഇരുട്ടാക്കി കുറച്ച് ക്യാൻഡിൽസ് ഒക്കെ കത്തിച്ച് വെച്ചു. നടക്കുന്ന ശബ്ദമായിട്ട് കേൾക്കുന്നത് മുഴുവൻ ഫ്ലോർ ആയത്. ഇത് ഭയങ്കര പുച്ഛം. കാറിന്റെ പെർഫ്യൂമോ? ആരാ പറഞ്ഞു? ഇത്രയും ഉണ്ടോ? ഇത്രയും വലുതാണോ കാറിന്റെ പെർഫ്യൂം? എക്സ്പെക്ട് ചെയ്തായിരുന്നോ? ഞാൻ ചോദിച്ചു നോക്കി തന്നെ. അതുകൊണ്ടല്ലേ ഞാൻ നോക്കിയത്. എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ നേരത്തെ ലൈറ്റ് ഇടാൻ വേണ്ടി മറന്നുപോയി. ഇത് പൊട്ടിയതാണോ? അല്ല, കാറിൽ പെർഫ്യൂം വെക്കാൻ കാറിലടിക്കുന്ന ഒരു സ്പ്രേ ഉണ്ട് ഇതില്. ആ, 1 കാർ തുടക്കുന്ന വൈപ്സ്, 1 കാറിൽ വെക്കുന്ന പെർഫ്യൂം, 3 കൂടി ഒരു സെറ്റാണ്. പെർഫ്യൂം അല്ല, എയർ കണ്ടീഷണർ. കാറിന്റെ അതെ അതെ, എന്തിനാന്ന് കേരള ഒരു സെറ്റായിട്ടാ വരുന്നത്. അപ്പൊ ഞാൻ ഒന്നും വാങ്ങിക്കാനൊക്കെ നല്ല സെറ്റാന്ന് വിചാരിച്ചു. വിഷ്ണു കുറച്ച് കാലമായി നോട്ടിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടാ വാങ്ങിക്കായിരുന്നു നോട്ടിട്ട് ഇത്രയും കാലം? 20 യൂറോയില് കാറ് മണക്കണ്ടോ വിചാരിച്ചു വിഷ്ണു. 4-5 യൂറോയില് വില പെർഫ്യൂം ഉണ്ടെങ്കിൽ അത് മതി. എടാ ആദ്യം അത് ഇഷ്ടപ്പെട്ടോന്ന് പറ.
ഇത് ഇഷ്ടപ്പെട്ടു. ഇതിന് പക്ഷേ ഇതെനിക്ക് ആവശ്യമില്ല തോന്നുന്നു. കാർ വൈബ്സ് എന്നാ അതെനിക്ക് തന്നോളൂ. ഇവിടെ ഇവിടെ കാർ വൈബ്സ് മുഖം തുടക്കില്ല. കാർ വൈബ്സ് എന്തിനാന്നറിയോ? കാർ തുടക്കാൻ. എനിക്ക് മനസ്സിലായി, പക്ഷെ അതിന്റെ ആവശ്യം എനിക്ക് മനസ്സിലായി. വായിച്ചു പഠിക്കാനുള്ള ബുക്കാണ്. എന്ത് റിയാക്റ്റിനെ പറ്റിയിട്ട് നശിപ്പിക്കാൻ എത്ര കഷ്ടപ്പെട്ട് ഫോട്ടോ ഫ്രെയിം അല്ലേ ഇത്? തുറക്കൂ. കുറച്ചൊരു ക്രിഞ്ച് ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ ഒരു ക്ലീഷ ഗിഫ്റ്റാണ്. ക്രിഞ്ച് അടിക്കണ്ടോ കേട്ടാ? ഇല്ല. ക്രിഞ്ച് അടിക്കണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്ലീഷയാണോ? ക്ലീഷയാണോ? അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാന് എന്താ പറയാ, എനിക്ക് ചെറുതായിട്ട് എനിക്കല്ല, എനിക്ക് പറഞ്ഞു വായിച്ച ഭയങ്കര ഇമോഷണൽ ആയി തോന്നി. തിരിക്കും വേർഡ്സ് കാണിക്കണോ? അത് എനിക്കത് പ്രൈവറ്റ് ആയിട്ട് വെക്കണം? വാട്ട് ഡു യു വാണ്ട്? എനിക്ക് പ്രൈവറ്റ് ആയിട്ട് വെക്കാൻ താല്പര്യം. ഇന്ന് ദൂരത്തുനിന്ന് കാണിച്ചോളൂ, ജസ്റ്റ് എന്താണ് കാണിച്ചതെന്ന്. ഞാൻ വിഷ്ണുവിന് എനിക്കും ബേബിക്കും പറയാനുള്ളൊരു, ബേബി എന്നൊന്നും ഞാൻ വിളിക്കാറില്ല, ഞാൻ ഗുണ്ടു ഉണ്ടു എന്നൊക്കെ വിളിക്കാറ്. അപ്പോൾ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ എഴുതി കൊടുത്തതാണ്. ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിഷ്ണു സെന്റിമെന്റലായി പോയി, കരച്ചിലൊന്നും ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ മുഴുവൻ ഇമോഷൻസ് എപ്പോഴും പുറത്തങ്ങനെ മുഴുവനായിട്ട് കാണിക്കാൻ അറിയാത്ത ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് വിഷ്ണുവിൻ്റെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. മുഴുവൻ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. വിഷ്ണു പൊതുവേ കുറച്ച് ഇങ്ങനെ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഭയങ്കര ഉള്ള ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് കൂടെയാണ് വിഷ്ണുവിന് ഇങ്ങനത്തെ ഗിഫ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. എനിക്ക് അറിയുന്നുണ്ട്. ഇവിടെ ഒരു കുട്ടി ഷൂ ഉണ്ട് കേട്ടോ, നമ്മൾ ഷൂട്ടിന് വേണ്ടി വാങ്ങിയതായിരുന്നേ. പക്ഷേ അതിന് ശേഷം അത് എവിടെയെങ്കിലും കൊണ്ട് എടുത്ത് വയ്ക്കാൻ തോന്നുന്നില്ല. അപ്പോൾ അത് സ്ഥിരം കാണുന്ന ഒരു സ്ഥലത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള പേർപ്പസിൽ വാങ്ങിയതായിരുന്നില്ല, ഒരു ഷൂട്ടിൻ്റെ പേർപ്പസിൽ വാങ്ങിയതായിരുന്നു. പക്ഷേ ഭയങ്കര ഒരു രസം അത് കാണാൻ. അതൊന്നും ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ട് അവിടെ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അല്ല ബോയ്? അതെ ബോയ്, വരൂ. നേരെ പോകുന്ന സൺചേട്ടൻ്റെയും അമ്മുചേച്ചിയുടെയും വീട്ടിലേക്കാണ് കേട്ടോ. നമുക്ക് വാങ്ങിയ ആ ഒരു ഫോർമൽ ഷൂ ഗിഫ്റ്റായിട്ട് കൊടുക്കണ്ടേ, ചൂടോടക്കനെ കൊടുക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്നാലും അതിലൊരു രസമുള്ളതാണ് എനിക്ക് തോന്നാറ്. അപ്പോൾ അങ്ങോട്ടാണ് പോണേ. ഇവിടുന്ന് ജസ്റ്റ് ഒരു 5-6 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് നമുക്ക് ഡിന്നർ. അങ്ങനെ സൺചേട്ടൻ്റെയും അമ്മുചേച്ചിയുടെ അവിടെ എത്തി. ഈ ഒരു ഏരിയ നല്ല രസമാണ് കേട്ടോ. ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ പറയാറുണ്ട് തോന്നുന്നു. ഇത് നമ്മുടെ നോർമൽ ഡച്ച് വീടുകൾ നൈബർഹുഡ് പോലെയല്ല, അവർ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു UK ഇൻസ്പയർഡ്. സൺചേട്ടന് ഷൂ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൈസും കറക്റ്റായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സമ്മർ ഷൂ ആയിട്ട് ആയാലിരിക്കും എന്നുള്ളൊരു ഡിസ്കഷൻ വന്നത് കാരണം ഞാനത് മാറ്റാമെന്ന് വിചാരിച്ചെടുത്തു കേട്ടോ. സമയം 7:30 ആയിട്ടുണ്ട്. പിള്ളേരൊക്കെ ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടുണ്ട്. 7-8 ഉള്ളിൽ ഉറങ്ങണ്ടായിരിക്കും. മുകളിൽ നിന്ന് ശബ്ദം കേൾക്കാനുണ്ട്. നമ്മൾ താഴെ വന്നതിൻ്റെ വർത്തമാനത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് അവരവിടുന്ന് മുകളിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അമ്മുചേച്ചി ജിമ്മിൽ പോയിരിക്കുകയാണ്. അമ്മുചേച്ചി ഇവിടെ ഇല്ല. പിള്ളേരൊക്കെ ഉറക്കാൻ കിടത്തി സഞ്ചേട്ടൻ്റെ കാര്യങ്ങളിലോട്ടൊക്കെ കടന്നിരിക്കുകയായിരുന്നു. ഞാൻ നമ്മൾ കൊടുന്ന ഷൂ അതേപോലെ വാങ്ങി. നമുക്കിനി നാളെയോ മറ്റന്നാളോ എപ്പോഴെങ്കിലും സൗകര്യം പോലെ പോയി മാറ്റിയിട്ട് ഒരു സമ്മർ ഷൂ എടുക്കാം. എനിക്ക് നല്ലോണം വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് മനസ്സിൽ കൃത്യമായൊരു ധാരണയുണ്ട് എന്താ ഓർഡർ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ആംസ്റ്റർഡാം ഡാമിലെത്തിക്കുകയാണ്. ഡാമും സെൻട്രലും ഏകദേശം ഡാം കറക്റ്റ് ഡാമാണ്. അപ്പോൾ ഡാമിൻ്റെ റോക്കിൻ എന്ന് പറഞ്ഞ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ അവിടെ കുറേ തവണ പോയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റ് കേട്ടോ. നമ്മുടെ ഡാം സ്ക്വയറിൻ്റെ വളരെ അടുത്താണ് കേട്ടോ ഈ ഫുളു മാൻത്രൻ എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ്. ഞാൻ ചുമ്മാ ഇവിടെ ഇടയ്ക്ക് ഷോപ്പിങ്ങിന് വരുമ്പോൾ ഉച്ചയ്ക്കൊക്കെ വിശക്കില്ലേ, ആ സമയത്ത് ഞാൻ ഇവിടെ കയറാറുണ്ട്. ഇവിടെ ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബീഫ് കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചിക്കൻ കഴിക്കാൻ വേണ്ടി തോന്നുന്നുണ്ട്. രാവിലെ തൊട്ടേ ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരു ചിക്കൻ കഴിക്കാൻ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആ ഇരിക്കുന്നതാണ് കേട്ടോ ബീഫ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബീഫാണ്. നമ്മുടെ നാട്ടിലൊരു BDFൻ്റെ പോലെയൊക്കെ വേണമെങ്കിൽ എന്ന് പറയാം. ഇതാണ് ചിക്കൻ. അതും നല്ല ഡീപ്പ് ഫ്രൈഡ് ആണ്. നല്ല സ്പൈസ് ലെവലൊക്കെ ഉണ്ടായിട്ട് നന്നായിട്ട് ഒരു കശ്മീരി ചില്ലിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് തോന്നുന്നു. ഒപ്പം നമ്മൾ നൂഡിൽസും അതേപോലെ തന്നെ ഒരു ഫ്രൈഡ് റൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. ഇത് മൊത്തം നമുക്ക് ഇന്ന് കഴിച്ച് തീർക്കുക എന്നുള്ളത് അത്ര പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ളത് കഴിച്ചതിന് ശേഷം ബാക്കി നമ്മളിതേ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പാർസൽ ചെയ്തെടുക്കുകയാണ്. ബാക്കി നമുക്ക് നാളെ ഉച്ചയ്ക്കോ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കാമല്ലോ.
എന്തായാലും ഇന്ന് വളരെ നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. വളരെ സമാധാനത്തിൽ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തും കൊണ്ട് വിഷ്ണുവും ഭയങ്കര ഹാപ്പി ആയത് കണ്ടിട്ടുള്ളൊരു ദിവസം. എനിക്ക് എന്തായാലും നല്ലൊരു വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ത്രൂ ഔട്ട് ഈ ഒരു ഡേ നല്ലോണം എൻജോയ് ചെയ്തു. നമ്മളങ്ങനെ കിലോമീറ്റേഴ്സ് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. സമയം 10:40 കേട്ടോ. ഈ ഒരു ഷടേന്നൊരു ഗുളി നമ്മൾ രണ്ടുപേരും കൂടെ ഒരു സിനിമയും കൂടെ കണ്ടാൽ നമ്മുടെ 6ാമത്തെ വെഡിങ് ആനിവേഴ്സറി പൊളിയായി. എന്താ അങ്ങനെയാണോ പറയാം? പറയൂ. ഗുഡ് ബോയ്. അപ്പോൾ പടം കണ്ടുപിടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചേച്ചി പോയി ഒട്ടി പോയി കുളിച്ചിട്ട് വരാം. വെയിൽ വീങ്ങിയിട്ട് ഫുള്ള് ഓട്ടായിരുന്നല്ലേ, പുറത്തൊക്കെ ആയിരുന്നു. തല വിളിക്കുന്നില്ല. പിന്നെ പടം ക്യാൻസൽ ചെയ്യാന്നല്ലേ, തല വിളിക്കുന്നില്ല. തിരിച്ച് വീട്ടിലെത്തി. നമ്മൾ മിനറൽ വാട്ടറിൻ്റെ ഒരു പാക്കാണ് ഇപ്പോൾ വാങ്ങിക്കാറ്. കാരണം എനിക്ക് ടാപ്പ് വാട്ടർ കുടിക്കാൻ പറ്റാറില്ല. ഭയങ്കര ഹാർഡ് വാട്ടർ കുടിക്കുമ്പോൾ ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മിനറൽ വാട്ടറിലോട്ട് സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ വീണ്ടും ഉടനെ തന്നെ കാണാം. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി, ടാറ്റ. പുറത്ത് നല്ല തണുപ്പാട്ടോ, പുകയൊക്കെ വരുന്നുണ്ടോ?